സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് 2023 ഡിസംബറിലാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. 103 അംഗ കൌൺസിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് AITUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസിഡന്റ് സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നെ ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ സമ്മേളനം നടക്കുമ്പോൾ ചില ആളുകളെ എടുക്കുകയും ചില ആളുകളെ ഒഴിവാക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇവിടെ വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒഴിവാക്കപ്പെട്ടതിനെ സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വം തന്നെയാണ്. ശരണ്യ സ്നേഹിതൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ബിനോയ് വിശ്വം തുടരുമെന്നറിയുന്നു. അതിനൊപ്പം ചില പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ ഉണ്ടല്ലോ. അശ്വതി, അല്പസമയം മുമ്പ് ചേർന്ന CPIയുടെ സംസ്ഥാന കൗൺസിലാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് D. രാജ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. നമുക്കറിയാം, കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു ബിനോയ് വിശ്വം CPIയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. ഇത്തവണ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മറ്റ് വിയോജിപ്പുകളൊന്നും തന്നെ ഇല്ലാതെ ബിനോയ് വിശ്വം തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള സൂചന ലഭ്യമായിരുന്നു. അതേപോലെ തന്നെ 103 അംഗ കൗൺസിലിന്റെ വിയോജിപ്പ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മറ്റ് ഭിന്നാഭിപ്രായങ്ങളൊന്നും ഉയരാത്ത ഒരു സമ്മേളനമായിരുന്നു CPIയുടെ ആലപ്പുഴയിൽ നടന്ന സമ്മേളനം. എന്നാൽ ഇന്ന് CPI സംസ്ഥാന കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പോടുകൂടി ആ കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPI സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ AITUC ഭാരവാഹി സംസ്ഥാന സമ്മേളനം നഗരി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒപ്പം തന്നെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന CPI തൊഴിലാളി വർഗത്തോട് കാണിക്കുന്ന സമീപനത്തിൽ വിയോജിപ്പുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്, മീനാങ്കൽ രാജേഷിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുകയുണ്ടായി. അതോടൊപ്പം തന്നെ AITUCയുടെ തിരുവനന്തപുരത്ത് 2 ഭാരവാഹികളും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവര് രണ്ടുപേരും തുടർച്ചയായി പ്രവർത്തിക്കുന്നവരും ഒപ്പം തന്നെ സംഘടനാ രംഗത്ത് വളരെ സജീവമായ 2 പേരാണ്. ഈ 2 പേർ ഒഴിവാക്കപ്പെട്ടു എന്നതിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ ഉയരുകയും സമ്മേളനം വിടുകയും പ്രതിനിധി സമ്മേളനം വിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിനെതിരെയൊക്കെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ പൊതുചർച്ചയിലേക്ക് ഉയർന്നിരുന്നു. ഇന്ന് പൊതുചർച്ചയിൽ നിലവിലത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിനോയ് വിശ്വം അതിന് മറുപടി പറഞ്ഞു. അതിനുശേഷമാണ് 103 അംഗ കൗൺസിലിനെ തിരഞ്ഞെടുത്തത്. ഈ 103 അംഗ സംസ്ഥാന കൗൺസിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരി ശരണ്യ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CP രാധാകൃഷ്ണൻ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ചടങ്ങിനെത്തി. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തില്ല. To the Constitution of India. To the Constitution of India. As by law established. Yes, by law established. And that I will faithfully discharge the duty. And that I will faithfully discharge the duty. Upon which I am about to enter. Upon which I am about to enter. Congratulations. നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് സാധ്യതയേറുന്നു. സുശീല കർക്കിയെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു. സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ കർഫ്യൂവിൽ ഇളവുകൾ അനുവദിച്ചു തുടങ്ങി. നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളോട് കൊമ്പുകോർത്ത് ഇംപീച്ച്മെന്റ് വരെ നേരിട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്കെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കുൽമാൻഗി സിംഗ്, ബാലേന്ദ്ര ഷാ എന്നിവരുടെ പേരുകളും നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നു. അധികാരസ്ഥാനത്തേക്കില്ലെന്ന് ബാലേന്ദ്ര ഷാ വ്യക്തമാക്കി. നേപ്പാളിലെ പവർ കട്ട് ഇല്ലാതാക്കിയതടക്കം ജനകീയ കാര്യങ്ങൾ ചെയ്ത കുൽമാൻഗി സിംഗിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നെങ്കിലും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് സുശീല കർക്കിക്ക് അനുകൂല ഘടകമായത്. പഴയ വൈരങ്ങൾ മറന്ന രാഷ്ട്രീയ പാർട്ടികളും സുശീല കർക്കിക്ക് പിന്തുണ അറിയിച്ചു. പ്രധാനമന്ത്രി പദത്തിലേക്ക് സിറ്റിംഗ് MP വേണമെന്നാണ് നേപ്പാൾ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതിനാൽ സുശീല കർക്കിയെ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലടക്കം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ സജീവമാണ്. നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രക്ഷോഭകാരികൾ. സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ
കർഫ്യൂവിൽ ഇളവുകളും നൽകി. അവശ്യ സർവീസ് രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയും അനുവദിച്ചു. ബാങ്കുകളും സുപ്രീം കോടതിയും വൈകാതെ പ്രവർത്തിച്ചു തുടങ്ങും. നേപ്പാളിൽ 2 ദിവസം ആളിക്കത്തിയ പ്രക്ഷോഭത്തിൽ 20,000 കോടിയുടെ പൊതുമുതൽ നശിച്ചെന്നാണ് പ്രാഥമിക കണക്ക്. ശക്തമായ നിരീക്ഷണത്തിലാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങൾ. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 32 പേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ. 3 ദിവസത്തിനുള്ളിൽ 6 രാജ്യങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരും. ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്നത് അവിശ്വസനീയമാണെന്ന വാദവും ശക്തമാവുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നാണ് GCC വിശേഷിപ്പിച്ചത്. തിങ്കളാഴ്ച ചേരുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരായ നടപടികളിൽ തീരുമാനമുണ്ടാകും. മധ്യസ്ഥ ചർച്ചകൾ തുടരണമോ എന്നതിലും ഖത്തർ വ്യക്തത വരുത്തും. ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഗസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ കൃത്യമായി പ്രവർത്തിച്ചോ എന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടക്കുന്നതിന് തൊട്ടുമുൻപായി ഹമാസ് നേതാക്കൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിയോ എന്നതും ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ്. അതേസമയം ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികൾക്കും സ്കൂളുകൾക്കും അടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ആക്രമണം നടന്നത്. പശ്ചിമേഷ്യയിലെ യുഎസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദൈദിന് വെറും 25 കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണം നടന്ന കെട്ടിടം. അതുകൊണ്ടുതന്നെ ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്ന വാദം അവിശ്വസനീയമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വലതുപക്ഷ ആക്ടിവിസ്റ്റും ട്രംപിന്റെ സുഹൃത്തുമായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് FBI. തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ദൃശ്യവും ചിത്രവുമാണ് പുറത്തുവന്നിരിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ പൊതുജനങ്ങളുടെ സഹായവും FBI തേടി.